ഇന്ത്യയിലെ പോലെ വെനസ്വേലയും ഉയർന്ന മൂല്യമുള്ള നോട്ട് റദ്ദാക്കിയിരിക്കുന്നു. തീരുമാനം ജനുവരി 2 നടപ്പിലാവൂ. ദ വേൾഡ് ഇൻ എ വീക്കിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർന്ന മൂല്യമുള്ള നോട്ടുകൾ റദ്ദാക്കി 1 മാസവും 2 ദിവസവും പിന്നിട്ടപ്പോഴാണ് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ രാജ്യത്തെ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള 100 ബൊളിവറിന്റെ നോട്ട് റദ്ദാക്കുന്നതായി പ്രഖ്യാപിച്ചത്. 72 മണിക്കൂറാണ് റദ്ദാക്കിയ നോട്ട് സ്വന്തം അക്കൗണ്ടിൽ നിക്ഷേപിക്കാനും മാറ്റിയെടുക്കാനും ജനത്തിന് കൊടുത്ത സമയം. അതിനൊപ്പം അയൽ രാജ്യങ്ങളായ ബ്രസീലിലേക്കും കൊളംബിയയിലേക്കുമുള്ള അതിർത്തി അടയ്ക്കുകയും ചെയ്തു. മാഫിയകൾ ആ രാജ്യങ്ങളിൽ പോയി കള്ളപ്പണം വെളുപ്പിക്കാതിരിക്കാനുള്ള മാർഗമായിരുന്നു ഇത്. പക്ഷേ പ്രഖ്യാപനം വന്നതോടുകൂടി വെനസ്വേല അരക്ഷിതാവസ്ഥയിലായി. സ്വതവേയുള്ള അരക്ഷിതാവസ്ഥയും കലാപവും കൂടി എന്ന് വേണം പറയാൻ. ബാങ്കുകൾക്ക് മുമ്പിൽ നീണ്ട ക്യൂ, നിയന്ത്രിക്കാനാവാത്തത്ര നീണ്ട ക്യൂ ആയതോടുകൂടി മഡുറോ വീണ്ടും തീരുമാനം മാറ്റി. 72 മണിക്കൂറല്ല, ജനുവരി 2 തീരുമാനം നടപ്പാക്കൂ എന്നാണ് അദ്ദേഹം പിന്നീട് പ്രഖ്യാപിച്ചത്. വെനസ്വേലയിലെ പണപ്പെരുപ്പ് നിരക്ക് കേട്ടാൽ നമ്മൾ ഞെട്ടും. 2015 ഡിസംബറിലാണ് രാജ്യം ഒടുവിൽ പണപ്പെരുപ്പ് നിരക്ക് പുറത്തുവിട്ടത്. അന്ന് 180% അത്. എന്നാൽ IMFന്റെ കണക്കനുസരിച്ച് 1000% ഇക്കൊല്ലം വെനസ്വേലയിലെ പണപ്പെരുപ്പം. അടുത്ത വർഷം അത് 2000% IMF പ്രവചിക്കുന്നത്. ഉയർന്ന മൂല്യമുള്ള നോട്ട് റദ്ദാക്കി ഇതിന് പരിഹാരം കാണാമെന്ന മെഡുറോയുടെ പ്രതീക്ഷ അസ്ഥാനത്താണെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. വെനസ്വേലയിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അമേരിക്കയാണെന്നാണ് മെഡുറോയുടെയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭാംഗങ്ങളുടെയും വാദം. ഡിസംബർ 4 മെഡുറോ ഒരു കാര്യം പ്രഖ്യാപിച്ചിരുന്നു. വൈകാതെ 100 ബൊളിവറിന്റെ നോട്ട് റദ്ദാക്കും. പകരം 500 മുതൽ 20,000 വരെ മൂല്യമുള്ള ബൊളിവർ നോട്ടുകൾ പുറത്തിറക്കും. അതിനു കാരണമായി അദ്ദേഹം പറഞ്ഞത് മാഫിയകൾ വൻതോതിൽ കള്ളപ്പണം ഇറക്കുന്നു, ഊഹക്കച്ചവടക്കാർ നോട്ട് വെളുപ്പിക്കുന്നു, ഇതൊക്കെ കൊണ്ടാണ് പണപ്പെരുപ്പം കൂടുന്നത് എന്നാണ്. പുതിയതായി നോട്ട് റദ്ദാക്കിയപ്പോൾ പറഞ്ഞത് മധ്യ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് 100 ബൊളിവറിന്റെ നോട്ടുകൾ വ്യാപകമായി കടത്തിയിരിക്കുന്നു. അതിന് പിന്നിൽ അമേരിക്കയുടെ ധനകാര്യ വകുപ്പാണ് എന്നാണ്. ഈ ബൊളിവർ നോട്ടുകൾ ഡോളറുമായി വിനിമയം നടത്താനാണ് അമേരിക്കയുടെ പദ്ധതിയെന്നും മെഡുറോയുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞു. അത് ഇപ്പോഴൊന്നും ചെയ്യുകയില്ല. മെഡുറോയുടെ ഭരണത്തെ അട്ടിമറിച്ചതിന് ശേഷമേ അമേരിക്ക ഇത് ചെയ്യൂ എന്നാണ് ആഭ്യന്തരമന്ത്രിയുടെ അവകാശവാദം. വാസ്തവത്തിൽ വെനസ്വേലയെ ഈ നിലയ്ക്ക് എത്തിച്ചതിൽ മെഡുറോയ്ക്ക് കാര്യമായ പങ്കുണ്ട്. എണ്ണയെ ആശ്രയിച്ചുള്ളതാണ് വെനസ്വേലയുടെ സമ്പദ് വ്യവസ്ഥ. ആഗോള വിപണിയിൽ കഴിഞ്ഞ കുറേ നാളുകളായി എണ്ണവില കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരുന്നത് വെനസ്വേലയുടെ നട്ടെല്ലൊടിച്ചു. മാത്രവുമല്ല, മെഡുറോയുടെ മുൻഗാമിയായ ഹ്യൂഗോ ചാവേസിന്റെ ചില നയങ്ങളും ഇതിന് വഴിവെച്ചു എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഉൽപ്പന്നങ്ങൾക്ക് ഉൽപ്പാദന ചെലവിനേക്കാളും കുറഞ്ഞ വില നിശ്ചയിക്കണമെന്നാണ് ചാവേസ് നിർദ്ദേശിച്ചിരുന്നത്. അതോടെ വെനസ്വേലയിൽ ഉൽപ്പാദനം കാര്യമായി കുറഞ്ഞു. ഇറക്കുമതിയെ ആശ്രയിക്കേണ്ടി വന്നു. പണപ്പെരുപ്പം കുതിച്ചു കയറി. ഇത് നിയന്ത്രിക്കാനായി മെഡുറോ ചെയ്തത് കൂടുതൽ ബൊളിവറുകൾ അടിച്ചിറക്കുക എന്നതാണ്. ഇതും പണപ്പെരുപ്പം കൂട്ടാനിടയാക്കി. അവസാനം ജനത്തിന് ടോയ്ലറ്റ് പേപ്പർ മുതൽ പാൽപ്പൊടി വരെയുള്ള അവശ്യ വസ്തുക്കൾക്കായി ക്യൂ നിൽക്കേണ്ടി വന്നു. ഇപ്പോൾ 100 ബൊളിവർ നെറ്റ് റദ്ദാക്കുമ്പോഴും ജനം പറയുന്നത് ടോയ്ലറ്റ് പേപ്പറിന് പകരം ഇത് ഉപയോഗിക്കാമെന്നാണ്. ഭക്ഷണം കിട്ടാതെ രാജ്യത്തെ മൃഗശാലയിൽ മൃഗങ്ങൾ ചാവുന്നു. കുട്ടികൾക്ക് മതിയായ ആഹാരം നൽകാൻ നിവൃത്തിയില്ലാതെ രക്ഷകർത്താക്കൾ സാമ്പത്തികമായി മെച്ചപ്പെട്ട കുടുംബങ്ങൾക്ക് അവരെ കൈമാറുന്നു എന്നൊക്കെയാണ് റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. വെനസ്വേലയിലെ നോട്ടുകൾ അധികവും അടിക്കുന്നത് രാജ്യത്തിന് വെളിയിലാണ്. പുതിയ നോട്ടുകൾ ഉടനൊന്നും രാജ്യത്ത് എത്തില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി. രാജ്യം കലാപത്തിലേക്ക് നീങ്ങി. ഈ സാഹചര്യത്തിലാണ് ജനുവരി 2 തീരുമാനം നടപ്പാക്കൂ എന്ന് ഞായറാഴ്ച മെഡുറോ പ്രഖ്യാപിച്ചത്. മ്യാൻമറിലെ ന്യൂനപക്ഷമായ റോഹിംഗ്യകളോട് ഭരണകൂടം കൊടും ക്രൂരതയാണ് കാട്ടുന്നതെന്ന് UN വീണ്ടും പറഞ്ഞിരിക്കുന്നു. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട മ്യാൻമർ ഭരണകൂടത്തിന് റോഹിംഗ്യകളുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാനായിട്ടില്ലെന്നും അവർക്കു നേരെ ബുദ്ധമത വിശ്വാസികൾ അഴിച്ചുവിടുന്ന ആക്രമണം തടയാൻ സാധിച്ചിട്ടില്ലെന്നുമാണ് UNന്റെ വിലയിരുത്തൽ. ലോകത്തിലെ ഏറ്റവും പീഡിതമായ ന്യൂനപക്ഷ വിഭാഗമാണ് റോഹിംഗ്യകളെന്നാണ് ഐക്യരാഷ്ട്രസഭ തന്നെ പറഞ്ഞിരിക്കുന്നത്. സ്വന്തമായി ഒരു രാജ്യമില്ലാത്തവരാണ് റോഹിംഗ്യകൾ. മ്യാൻമറിൽ ഏതാണ്ട് 8 ലക്ഷം റോഹിംഗ്യകളുണ്ടെന്നാണ് കണക്ക്. എന്നാൽ തലമുറകളായി ഇവിടെ ജീവിച്ചിട്ടും രാജ്യത്തെ രേഖപ്പെടുത്തപ്പെട്ട 135 വംശങ്ങളിൽ ഇവരുടെ പേരില്ല. ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി കുടിയേറി തങ്ങളെ ചൂഷണം ചെയ്ത് കഴിയുന്നവരാണ് റോഹിംഗ്യകളെന്നാണ് ഭരണകൂടത്തിന്റെ തന്നെ നിലപാട്. മ്യാൻമറിന്റെ വടക്ക് റാഖിൻ എന്നു പേരുള്ള ആരക്കൻ മേഖലയിൽ കുടിയേറി പാർത്തവരാണ് ഇവർ. 7-ാം നൂറ്റാണ്ടിൽ ഇവിടേക്ക് വന്ന അറബി, മുഗൾ, ബംഗ്ലാദേശി വംശജരുടെ പിൻഗാമികൾ. 9ഉം 10ഉം നൂറ്റാണ്ടുകളിൽ ആരക്കിന്റെ മറ്റൊരു പേരായിരുന്ന റൊഹാനിൽ നിന്നാണ് ഇവർക്ക് റോഹിംഗ്യകൾ എന്ന പേര് ലഭിച്ചത്. ബുദ്ധമത വിശ്വാസികളായ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ഒന്നിലേറെ വിവാഹം കഴിക്കുകയും എണ്ണമറ്റ കുട്ടികളെ പ്രസവിക്കുകയും രാജ്യത്തെ ഇസ്ലാമികവൽക്കരിക്കുകയും ചെയ്യുകയാണ് റോഹിംഗ്യകൾ എന്നാണ് ആരോപണം. യു വിരാദു എന്ന സന്യാസിയുടെ 969 എന്ന സംഘടനയാണ് ഇതിനു പിന്നിൽ. 2012 ആരംഭിച്ച വംശീയ ലഹളയിൽ 100 കണക്കിന് റോഹിംഗ്യകൾ കൊല്ലപ്പെട്ടു. ലക്ഷക്കണക്കിന് പേർ വീട് നഷ്ടപ്പെട്ടു. ഇപ്പോഴും പലരും വൃത്തിഹീനവും ഒരു തരത്തിലുള്ള സൗകര്യങ്ങളുമില്ലാത്ത ക്യാമ്പുകളിലാണ് കഴിയുന്നത്. അന്ന്
അവരെല്ലാം നാടുവിട്ടോടാൻ നിർബന്ധിതരായി. മത്സ്യബന്ധന ബോട്ടുകളിൽ ഒഴുകുന്ന ശവകുടീരങ്ങളായി ആൻഡമാൻ കടലിൽ അലഞ്ഞു നടന്നു. മലേഷ്യൻ കാടുകളിൽ കുഴിച്ചുമുടപ്പെട്ടു. ജനാധിപത്യ മനുഷ്യാവകാശ പോരാളിയായ ഓങ് സാൻ സ്യൂചി മ്യാൻമറിന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടും റോഹിംഗ്യകളുടെ ജീവിത ദുരിതം മാറുന്നില്ല. സ്യൂചി ആവട്ടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ റോഹിംഗ്യകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചില്ല. പക്ഷേ അവർ അധികാരത്തിലേറിയപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. അതും ഉണ്ടാവുന്നില്ല. അടുത്തിടെയാണെങ്കിൽ പട്ടാളം ഇറങ്ങി റാഖിനിൽ നരനായേട്ടം നടത്തുകയാണ്. ഭീകരപ്രവർത്തനം അമർച്ച ചെയ്യാനാണ് ഇതെന്നാണ് ഭാഷ്യം. ഇത്രയുമൊക്കെ ആയപ്പോഴാണ് UN വീണ്ടും ശബ്ദിക്കാൻ നിർബന്ധിതമായിരിക്കുന്നത് റോഹിംഗ്യകൾക്ക് വേണ്ടി. ഇനി അല്പം ജാതി പറയാം. അമേരിക്കയിലും യൂറോപ്പിലും പാർക്കുന്ന മതവിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളത് ഹിന്ദുക്കൾക്കാണെന്ന് പ്യൂ റിസർച്ച് സെന്റർ കണ്ടെത്തിയിരിക്കുന്നു. ആഗോളതലത്തിൽ ഏറ്റവും കുറവ് വിദ്യാഭ്യാസമുള്ള മതവിഭാഗങ്ങളുടെ കൂട്ടത്തിലാണ് ഹിന്ദുക്കൾ പെടുമ്പോൾ എന്നാണ് പ്യൂ റിസർച്ച് സെന്ററിന്റെ ഈ കണ്ടെത്തൽ. അമേരിക്കയിലെ 96% ഹിന്ദുക്കൾക്കും കോളേജ് വിദ്യാഭ്യാസമുണ്ട്. എന്നാൽ രാജ്യത്തെ ഭൂരിപക്ഷമായ ക്രിസ്ത്യാനികളിൽ 37% മാത്രമേ കോളേജ് വിദ്യാഭ്യാസമുള്ളൂ. ജൂതന്മാരിൽ 76% കോളേജിൽ പോയിട്ടുണ്ട്. മുസ്ലിങ്ങളിൽ 54%, ബുദ്ധമതവിശ്വാസികളിൽ 53% എന്നാണ് പ്യൂ റിസർച്ച് സെന്ററിന്റെ കണക്ക്. ആഗോളതലത്തിൽ നോക്കിയാൽ 40% വരുന്ന ഹിന്ദുക്കൾക്ക് മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കുന്നുള്ളൂ. ഈ സാഹചര്യത്തിൽ വേണം അമേരിക്കയിൽ ഈ മതവിഭാഗം ഉണ്ടാക്കുന്ന പുരോഗതികളെ വിലയിരുത്താൻ. വിദ്യാഭ്യാസ കാര്യത്തിൽ ഈ പുരോഗതി തന്നെയാണ് അമേരിക്കയിൽ ഇന്ത്യക്കാർക്ക് ഇത്രയധികം ആദരവും ബഹുമാനവും സ്ഥാനവും ലഭിക്കാൻ കാരണം എന്ന് വേണം കരുതാൻ. കൂടുതൽ വിദേശ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.